നമസ്കാരം. ഇനിയിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി എയിംസ് വരും. അത് തൃശ്ശൂരിൽ വരുമോ ആലപ്പുഴയിൽ വരുമോ? കാരണം തൃശ്ശൂരാണെങ്കിലും MP പറയുന്നത് അമ്മയുടെ വീട് ആലപ്പുഴ, അതുകൊണ്ട് ആലപ്പുഴയിൽ മതി എന്നാ മതി. അവന് തെങ്കാശിയായാലും മതി എന്നായി. അവസാനം തെങ്കാശിയിലേക്ക് പോയി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ എയിംസ് വരും മറ്റേ മോനെ എന്ന് മാത്രമേ എനിക്ക് പറയാം. പുച്ഛം കാണുന്നു. എയിംസ് കേരളത്തിൽ വരുമെന്ന് പറയുമ്പോഴേ അങ്കലാപ്പിൽ പൂണ്ട് പുച്ഛം അവതരിപ്പിക്കും. അത് അവരുടെ എന്താണ് DNA ആണ്. അതങ്ങനെ അവര് ചെയ്തുകൊണ്ടേ ഇരിക്കട്ടെ. അല്ല, അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, ഈ ഗണേഷ് കുമാറിന് ഇത് തന്നെയാണോ പണി? ഇത് എത്രാമത്തെ തവണയാണ് സുരേഷ് ഗോപിയുടെ പിന്നാലെ നടന്ന അദ്ദേഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ വ്യക്തിഹത്യ ചെയ്യുന്നത്? അയാളാണെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പോലും ഇല്ല. കേരളത്തിലെ ഒരു ചെറിയ ബ്രാക്കറ്റ് പാർട്ടിയുടെ ആളാണ്, നേതാവാണ് ഈ ഗണേഷ് കുമാർ. കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കുന്ന മുകേഷ് എന്ന് പറഞ്ഞ ഒരു MLA ഉണ്ട് ഇടതുപക്ഷത്തിൻ്റെ. ഈ മുകേഷും ഗണേഷുമൊക്കെ ഇവരൊക്കെ രാഷ്ട്രീയത്തിൽ വരുന്നതിനൊക്കെ മുമ്പ് തന്നെ സിനിമയിലായിരുന്നല്ലോ, സഹപ്രവർത്തകരാണ്. പക്ഷേ ഇന്ന് വരെ മുകേഷ് ഈ എന്തെങ്കിലും വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ സുരേഷ് ഗോപിയെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഗണേഷ് ഇത് എത്രാമത്തെ തവണയാണ്? മുൻപ് ഓർമ്മയുണ്ടല്ലോ, തൃശ്ശൂർ തെരഞ്ഞെടുപ്പിന് ആ സമയത്തൊക്കെ അദ്ദേഹം സുരേഷ് ഗോപി മതപരമായിട്ടുള്ള ഒരു ചടങ്ങിന് പോയിരുന്നു, അവിടെ കഞ്ഞി കുടിക്കുന്നു. അപ്പോൾ അദ്ദേഹം കഞ്ഞി വടിച്ച് നക്കി തിന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ അപമാനിച്ചുകൊണ്ടൊരു പരാമർശം ഗണേഷ് കുമാർ നടത്തുന്നു. അതിൻ്റെ മറുപടി പക്ഷേ സുരേഷ് ഗോപി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ മേജർ രവിയാണ് അതിനുള്ള മറുപടി കൊടുത്തത്, തികച്ച് തന്നെ കൊടുത്തു. അതിനും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഒരുപക്ഷെ നിങ്ങളിൽ ചിലരൊക്കെ ഓർക്കുന്നുണ്ടായിരിക്കും, രണ്ടാനമ്മ അതിക്രൂരമായിട്ട് ഉപദ്രവിച്ച ഒരു കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞിൻ്റെ കൈയും കാലും ഒക്കെ ഒടിച്ചതാണ്. അത് പക്ഷേ രക്ഷപ്പെട്ടു. അതിനുശേഷം സുരേഷ് ഗോപി ഈ കുഞ്ഞിനെ പോയി കാണുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിനെ പോയി കാണുന്ന സമയത്ത് അദ്ദേഹം പണ്ട് അഭിനയിച്ച കമ്മീഷണർ എന്ന സിനിമയിൽ അദ്ദേഹത്തിന് തൊപ്പിയുണ്ട്, കമ്മീഷണർ തൊപ്പി. ആ തൊപ്പി അന്ന് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വാങ്ങിയ തൊപ്പിയാണ്. ആ തൊപ്പി ഈ കുഞ്ഞിന് സമ്മാനിക്കുന്നുണ്ട്, അതിൻ്റെ സന്തോഷമൊക്കെ. അപ്പോൾ ഈ കാര്യം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വീണ്ടും പറഞ്ഞുകൊണ്ട് അപമാനിക്കുന്ന തരത്തിൽ ചില പരാമർശം നടത്തി ഈ ഗണേഷ് കുമാർ. അങ്ങനെ എത്ര തവണയാണ് സുരേഷ് ഗോപിയുടെ പിന്നാലെ നടന്ന് ഇയാൾ ഇങ്ങനെ ചൊന്നുകൊണ്ടിരിക്കുന്നത്? ഇത്തവണ എന്തായാലും സുരേഷ് ഗോപി തന്നെ തിരിച്ച് മറുപടി കൊടുത്തിട്ടുണ്ട്. അല്ല, എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്, പക്ഷേ നിങ്ങളും ചിന്തിക്കും. ഇപ്പോൾ ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളോ അല്ലെങ്കിൽ പിണറായി വിജയനോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരോ ഒക്കെ അവരൊക്കെയാണ് പറയുന്നത്, ഇവിടെ എയിംസ് വരുമെന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ, വരുമോ, വരത്തില്ല, അല്ലെങ്കിൽ വേറെ സ്ഥലത്തോട്ട് പോയോ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു കേൾക്കാനെങ്കിലും ഒരു രസമുണ്ട്. ഇവിടെ ഒരു ചെറിയ ബ്രാക്കറ്റ് പാർട്ടി, കേരള കോൺഗ്രസ് B, അപ്പം മരിച്ചുപോയി. ഇപ്പോൾ ഇയാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നു. അത് കുറച്ച് ആളുകളുടെ പാർട്ടിയാണ്, കൊല്ലത്ത് മാത്രം ഉള്ളൊരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ ഒരു ചോട്ടാ നേതാവ് നിന്ന് ദേശീയ പാർട്ടിയുടെ മന്ത്രിയായിരിക്കുന്ന ആളോട് പറയുന്നത്, അദ്ദേഹമാണ് ഇവിടെ വാഗ്ദാനം കൊടുത്തത് എയിംസ് വരുമെന്ന്. എയിംസ് വന്നിരിക്കും. അവിടെ തൃശ്ശൂരാണോ ആലപ്പുഴയാണോ അല്ലെങ്കിൽ മറ്റെവിടെയാണോ അത് ഇയാൾക്കറിയേണ്ട കാര്യമില്ല. കേരളത്തിലെ എയിംസ് വന്നിരിക്കും. കാരണം അവർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ വന്നിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഓർമ്മയുണ്ടല്ലോ, 2014 നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്തു. അത് കഴിഞ്ഞ് അതിനുശേഷം പാർലമെൻറ്റിലൊക്കെ ഈ ഡിജിറ്റൽ മണി ട്രാൻസാക്ഷനെ പറ്റിയൊക്കെ പറയുമ്പോൾ അന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന പി ചിദംബരമൊക്കെ എഴുന്നേറ്റ് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയെ കാണാം. പലതവണ ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വീണ്ടും കാണിക്കുന്നില്ല. അദ്ദേഹം പറയുന്നു, ഇത്രയും ആളുകളുള്ള, ഇത്രയും ജനസംഖ്യയുള്ള ഇന്ത്യയിൽ ഇതൊക്കെ എങ്ങനെ നടക്കാനാണ്? ഈ തക്കാളി വിൽക്കുന്നവർ, വെങ്കായം വിൽക്കുന്നവർ, അവരൊക്കെ ഇതിന് പകരം കാർഡ്. അപ്പം പുള്ളിയുടെ ഐഡിയയിൽ ഈ കാർഡ് സ്വൈപ്പ് ചെയ്യുന്ന മാത്രമേ പുള്ളിയുടെ മനസ്സിലൂടെ ഓടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മളിന്നിപ്പോൾ UP സ്കാൻ കോഡ് വെച്ച് ചെയ്യുന്ന ഒന്നും ചിന്തിച്ചിട്ടേ ഇല്ല അയാൾ അവിടെ നിന്ന് അങ്ങ് തകർത്ത് വരികയായിരുന്നു. ഇതൊന്നും ഒരിക്കലും നടക്കില്ല. അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ വേറൊരു കയറുവരി ശാസ്ത്രജ്ഞൻ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്, തോമസ് ഐസക്. അയാൾ പറഞ്ഞത് എന്താണ്? 90 കോടിയോളം അസംഘടിത മേഖലയുള്ള ഇന്ത്യയിൽ ഇതൊന്നും ഒരിക്കലും നടക്കില്ല എന്നൊക്കെയാണ് തള്ളിമറിച്ചത്. ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതില്ലാത്ത ഏതെങ്കിലും ഗ്രാമമുണ്ടോ ഇന്ത്യയിൽ? ഇനിയിപ്പോൾ സർക്കാർ വിചാരിച്ചാൽ പോലും ഇതിനെ തടയാൻ പറ്റത്തില്ല. അത് കണക്കായിപ്പോൾ എല്ലാവരുടെ കയ്യിലും ഫോണും എന്താ പറയുക. ഞാനൊക്കെ ഒരു നോട്ട് കണ്ടിട്ട് മാസങ്ങളായി. നോട്ടൊന്നും നമ്മൾ പോക്കറ്റിൽ കൊണ്ട് നടക്കാറേ ഇല്ല, പേഴ്സിനും കൊണ്ട് നടക്കാറില്ല. ഒരു ഫോണ്, അത് ചാർജ് വേണം, വിളിക്കാനും ചാർജ് വേണം, നമ്മൾ സ്കാൻ ചെയ്ത് കാശ് അയക്കാനും ചാർജ് വേണം. ഇതല്ലാതെ നമ്മളാരും ഇപ്പോൾ ഈ പണം കൊണ്ടുനടക്കാറില്ല, ചില്ലറ പോലും കൊണ്ടുനടക്കാറില്ല. അപ്പോൾ ഇവരൊക്കെ സ്വപ്നം കാണാത്ത കാര്യം വരെ ഇവിടെ സംഭവിച്ചതാണ്. അതിന് മുമ്പ് തന്നെ നരേന്ദ്രമോദി അടക്കമുള്ളവർ ഇവിടെ പറഞ്ഞതാണ്. അപ്പോഴും അവർ കളിയാക്കിക്കൊണ്ടിരുന്നു. അതുതന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. കേരളത്തിന് എയിംസ് കൊണ്ടുവരും, അല്ലെങ്കിൽ കിട്ടും, അത് കേന്ദ്രം കൊടുക്കും. കാരണം എന്ന് പറഞ്ഞാൽ കേന്ദ്രം ഭരിക്കുന്ന സമയത്ത് ഇവിടെ ഒന്നോ രണ്ടോ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 എയിംസ് എന്തോ ആണുള്ളത്. ഇപ്പം അതിൻ്റെ എത്രയോ ഇരട്ടി എയിംസ് ആയി കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിന് വരും എന്നുള്ളത് ഉറപ്പാണ്. അത് കേരളത്തിൽ ആലപ്പുഴ ആയിക്കോട്ടെ അല്ലെങ്കിൽ തൃശ്ശൂർ ആയിക്കോട്ടെ. അതിന് ഇയാളെന്തിനിങ്ങനെ കിടന്ന് കയറ് പൊട്ടിക്കുന്നത്? ഇയാളിത് ആരെ പ്രതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇയാൾ ഈ കിടന്നുകൊണ്ട് സുരേഷ് ഗോപിയുടെ പിന്നാലെ പോയി ചൊറിഞ്ഞ് സുരേഷ് ഗോപിയുടെ വായിരിക്കുന്നത് കേൾക്കുന്നത്? അപ്പോൾ ആദ്യം ഞാനത് കാണിച്ചപ്പം ഒരു പക്ഷേ BJP അനുഭവമുള്ളവർ തന്നെ വിചാരിക്കുമോ, സുരേഷ് ഗോപി കുറച്ച് കടത്തല്ലേ പറഞ്ഞത്, മറ്റേ മോൻ എന്നൊക്കെ പറഞ്ഞത് ഇച്ചിരി മോശമല്ലേ എന്ന് വിചാരിക്കും. അയ്യോ, ഒട്ടും മോശമല്ല. ഗണേഷ് കുമാറിന് അതൊക്കെ വളരെ കുറഞ്ഞു പോയി. കാരണം ഈ ഗണേഷ് കുമാർ എന്ന വ്യക്തി അയാളുടെ അച്ഛനേക്കാൾ പ്രായമുള്ള VS അച്യുതാനന്ദനെ ഒരിക്കൽ വിളിച്ചത് കാമപ്രാന്ത് എന്നാണ്. അയാൾക്ക് ഞരമ്പ് രോഗമാണ് എന്ന് VSന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. അതേ വ്യക്തി VS ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ആ പാർട്ടിയുള്ള മുന്നണിയിലേക്ക് പോയി ഒരു ഉടുപ്പുമില്ലാതെ അവിടെ പോയിരുന്ന വ്യക്തിയാണ്. മാത്രമല്ല
സ്വന്തം ഭാര്യ എന്നെ തല്ലിയതാണേ എന്ന് പറഞ്ഞുകൊണ്ട് തല്ല് കിട്ടിയ അയാളുടെ സ്വന്തം മുഖം എടുത്തിട്ട് സോഷ്യൽ മീഡിയ ഇട്ട് കൊടുത്ത മഹാനാണ് ഈ ഗണേഷ് കുമാർ. ഇങ്ങനെയുള്ള ഒരു അനുഭവവും സുരേഷ് ഗോപിയെ പറ്റി നമുക്ക് പറയാനില്ല. അപ്പോൾ ഏത് അളവുകോൽ വെച്ച് നോക്കിയാലും സുരേഷ് ഗോപി എവിടെ കിടക്കുന്നു, ഗണേഷ് എവിടെ കിടക്കുന്നു. ഗണേഷിനെ പറ്റി നേരത്തെ പൊതുവെ പറഞ്ഞിട്ടുള്ള അയാൾ പല രീതിയിൽ അയാളെക്കൊണ്ട് നെഗറ്റീവൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ അയാൾ നല്ല മന്ത്രിയാണ് എന്നൊക്കെയായിരുന്നു നേരത്തെ ആളുകൾ ധരിച്ചു വെച്ചിരുന്നത്. ഇപ്പോൾ അങ്ങനെ പോലും അല്ല. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കുടുംബത്തിന് ബസ് സർവീസ് ഉണ്ടെന്നോ മറ്റ് പരിപാടിയൊക്കെ ഉണ്ടെന്നോ പറയുന്നു, അതിന് നേട്ടം കിട്ടുന്ന തരത്തിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നതല്ലാതെ ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ ആളുകൾ ഓടി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നു. വായി വരുന്നതൊക്കെ വിളിച്ചു പറയുന്നു, സുരേഷ് ഗോപിയുടെ വായിൽ നിന്ന് വാങ്ങിക്കിട്ടുന്നു, ചോദിക്കുന്നു, സുരേഷ് ഗോപി കൊടുക്കുന്നു, സുരേഷ് ഗോപിയോട് പോയി ചൊറിയുന്നു. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ്, ഇവിടെ എയിംസ് വരും എന്നൊക്കെ ചിലത് പറഞ്ഞു നടക്കുന്നുണ്ട്. ഇതൊക്കെ പറയാൻ ഇയാൾ ആരാണ്? ഈ പത്തനാപുരത്ത് നിന്ന് മാറി എവിടെങ്കിലും നിന്ന് മത്സരിച്ച് ജയിക്കാൻ നോക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അവർക്ക് സ്വാധീനമുള്ള അവിടുന്ന് വേറെ എവിടെയെങ്കിലും നിന്ന് ഇയാൾ ജയിക്കുമോ? ആരോടാണ് പോയി മുട്ടുന്നത്? ദേശീയ പാർട്ടിയോട്. അതിനെന്തൊക്കെ വലിപ്പം എന്താ? CPM പറ്റുന്നില്ല, പിന്നല്ലേ കേരള കോൺഗ്രസ് ബിന്ന്? ഇതൊക്കെ കുറച്ച് കടന്ന കൈയാണ് ഗണേശ. നിങ്ങൾ കുറഞ്ഞ പക്ഷം നമ്മൾ മുകേഷിനെ പറ്റി മറ്റു പല ആരോപണങ്ങളും ഉണ്ടായിരിക്കും, പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് പോലും സുരേഷ് ഗോപിയെ പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം നല്ല മറുപടിയാണ് കൊടുത്തത്. വളരെ അതൊക്കെയാണ് മാന്യത. അതൊക്കെ കണ്ടുപഠിക്കണം കേട്ടോ ഗണേശ.